ഇന്നത്തെ ക്ലാസ്സിലെ ജനറൽ സയൻസിലെ അടുത്ത ചാപ്റ്ററാണ് പറയുന്നത് ജീവനുള്ള വിത്തുകൾ. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. പിന്നെ ഹൈഡ്രോപോണിക്സിനെ പറ്റിയിട്ട് പറയുന്നത് ഇല്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണിന് പകരം ഈ കൃഷി രീതിയിൽ പോഷക ലായനിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്, നമുക്ക് അറിയാം. പിന്നെ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. പിന്നെ ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണ് ഉള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗത്തിനെയാണ് ബീജാനം എന്ന് പറയുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്. പിന്നെ വിത്ത് മുളയ്ക്കാൻ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പിന്നെ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. പിന്നെ ഇലകളിലെ വൈവിധ്യം, ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഇലകളിലെ സിരകളിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇലയുടെ മധ്യഭാഗത്തെ ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലിക സിരവിന്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് യോജിക്കുന്നതാണ് സമാന്തര സിരവിന്യാസം എന്ന് പറയുന്നത്. പിന്നെ തായ്വേര് പഠനം, നാരുവേര് പഠനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെയാണ് നമ്മൾ ഏകബീജപത്രം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്.